നമസ്കാരം. നമസ്തേ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ മുന്നിൽ നിന്ന് ഇരിക്കുന്നത് ഗംഗാ സച്ചിയാണ്. ഗംഗാ സച്ചി കേരളത്തിലെ ഏറ്റവും പ്രശസ്തയായ മലയാളി ടാരോ റീഡറാണ്. ടാരോ കാർഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു വീഡിയോയിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. ടാരോ കാർഡിനെ കുറിച്ച് നമുക്ക് പറയാം. അത് ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്നു, ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട്, ബാധ ഒഴിവാക്കൽ, അവർക്ക് വേണ്ടി പൂജകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഗംഗാ സച്ചി എന്ന് പറയുന്നത്. ഒരുപാട് പേര് ഗംഗാമ്മ എന്ന് വിളിക്കുന്നുണ്ട്, ഗംഗാജി എന്ന് വിളിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഒരാൾ. അപ്പോൾ നമ്മൾ ഇന്ത്യ ലൈവ് ചാനലിൽ എന്തിനാണ് ഇങ്ങനെയുള്ള അന്ധവിശ്വാസികളെയൊക്കെ കൊണ്ടുവരുന്നത്, അന്ധവിശ്വാസം പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അതിനുള്ള മറുപടി അത് നമ്മുടെ സൗകര്യമാണ്. കാരണം ദൈവമില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം. അതെ, കാരണം ദൈവമുണ്ടെന്ന് പറയുന്നത് വിശ്വാസമാണെങ്കിൽ ദൈവമില്ല എന്ന് പറയുന്നതും അന്ധവിശ്വാസമാണ്. തീർച്ചയായിട്ടും. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അന്ധമായി വിശ്വസിക്കുന്ന എന്തും, ദൈവമില്ല എന്ന് അന്ധമായി വിശ്വസിച്ചാൽ അന്ധവിശ്വാസമാണ്. അതുകൊണ്ട് ഇത് അന്ധവിശ്വാസം ഏതാണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ വിശ്വാസമാണ്, എൻ്റെ ബോധ്യമാണ് ഇത്തരം ആളുകളെ നമ്മൾ എല്ലാ ദിവസവും ആധ്യാത്മിക രംഗത്തുള്ള ആളുകളെ കൊണ്ടുവരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യ ലൈവ് ചാനലിലാകെ വിദ്യാസാഗർ ഗുരുമൂർത്തി വന്നിട്ടുണ്ട്, LMRK രജിത് ജി വന്നിട്ടുണ്ട്, പിന്നെ ഡോക്ടർ രാമാനന്ദ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഗംഗാ സച്ചി വരുന്നു. അപ്പം ഞങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ദിവസവും ഓരോരുത്തരെ കൊണ്ടുവരാം. പക്ഷേ നമ്മൾ കൊണ്ടുവരുന്നത് നമുക്ക് ബോധ്യമുള്ള ആളുകളെയാണ്. അത് കള്ളനാണയങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എനിക്ക് പ്രേക്ഷകർ ചിലർ എന്നോട് ചോദിച്ചു, നമ്മുടെ പഴയ എപ്പിസോഡുകൾ കണ്ടപ്പോൾ, ആരാണ് ഈ ഗംഗാ സച്ചി, ആരാണ് അങ്ങ് ഒന്ന് പറയാമോ സ്വയം? എങ്ങനെ ഈ ദൈവിക ചൈതന്യമുള്ള ഉപാസക ആയി മാറി? ഗംഗാമ്മ എന്നുള്ള ഒരു വ്യക്തിയായി മാറിയത് 2024 അതുവരെ അഭില എന്നുള്ള എൻ്റെ റെക്കോർഡിക്കൽ പേര് അഭിലയാണ്. അഭില എന്ന പേര് അത് വിളിക്കണ ആരെയും എനിക്ക് ഇഷ്ടമല്ല. കാരണം അതൊരു വ്യത്യസ്തമായ പേരാണ്. അതെ, അഭില എന്നുള്ള പേരിലാണ് ഞാൻ ഗുരുവായൂർ ജനിച്ചത്, വളർന്നതൊക്കെ. അതെ, എൻ്റെ സ്വദേശം ഗുരുവായൂർ 5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ടാണ്. അപ്പോൾ എനർജി എൻ്റെ ബോഡിയിൽ എൻ്റെ കുട്ടിക്കാലത്തെ ഉണ്ടായിട്ട് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും വകവയ്ക്കാതെ ഞാൻ എൻ്റെ ലൈഫായിട്ട് ഇങ്ങനെ നടന്നു പോയി. വലിയൊരു ട്രാജഡി, ആദ്യം എൻ്റെ 16ാമത്തെ വയസ്സിലുള്ള വലിയ ട്രാജഡി ഉണ്ടാവണം. അതായത് അച്ഛൻ മരിക്കണു, അമ്മയെ പിരിഞ്ഞിട്ട് പെരുവഴിയിൽ ഇറങ്ങണു, എൻ്റെ ചെറിയച്ചന്മാർ കൊണ്ട് എന്നെ വിവാഹം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് വിവാഹ ജീവിതം വലിയ ട്രാജഡി ആയിരുന്നു. അതിൽ 2 മക്കളുണ്ടാവണു. മക്കളെ വളർത്തി വലുതാക്കി മോളെ കല്യാണം അയച്ചു കൊടുത്തു. മകൻ 2 പ്രസവം നടത്തി. മകന് കല്യാണം അയക്കാനായപ്പോൾ അതിനും വലിയ ട്രാജഡി ഉണ്ടാവണം. അവിടുന്ന് അവരെ പിരിഞ്ഞ് പെരുവഴിയിൽ വീണ്ടും ആവണു. അപ്പോൾ എനിക്ക് 43ാമത്തെ വയസ്സ്. അപ്പോഴാണ് ഒരുപാട് അനുഭവിച്ചു. സച്ചി എനിക്ക് എൻ്റെ സഹായിയായിരുന്നു, ഈ മാന്ത്രികത്തിൽ എൻ്റെ സഹായിയായിരുന്നു. അപ്പോൾ ഈ സച്ചിനൊക്കെ കാണുന്നതിന് മുമ്പേ 2013 എനിക്ക് ദൈവയുടെ ദർശനം എന്നുള്ള രീതിയിൽ ഊർജ്ജത്തിൻ്റെ പ്രസരണം. ദർശനം എന്ന് വെക്കുമ്പോൾ ആൾക്കാർ ദൈവം എന്ന് മുമ്പിൽ നിൽക്കുമെന്ന് അല്ല, ഊർജ്ജ പ്രസരണം എൻ്റെ ബോഡിയിലേക്ക് ഉണ്ടായത് 2013 ദുർഗാഷ്ടമി ദിവസമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാനെന്ന വ്യക്തി മാറ്റപ്പെടുകയാണ്. പക്ഷെ അതുവരെ എൻ്റെ കൂടെ ഉണ്ടെങ്കിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ അതിനെ വകവയ്ക്കണില്ല, അറിയണില്ല. കാരണം എനിക്ക് ദൈവനെ അറിയില്ല. പക്ഷെ 2013 ആയപ്പോൾ എൻ്റെ ലൈഫ് മൊത്തം മാറി. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാനെന്ന വ്യക്തിയുടെ പരിവർത്തനമായിരുന്നു. പിന്നീട് അല്ല, ദേവി എൻ്റെ, ഞാൻ സാറിനോട് പറഞ്ഞത് സത്ത് രജോ തമോ ഗുണത്തിൽ എൻ്റെ ബോഡിയിൽ എനർജി ഉണ്ട്. അപ്പോൾ ഞാൻ എന്ന വ്യക്തി ഈ ഊർജ്ജമായിട്ടുള്ള ഒരു എന്തെന്നാ പറയുക അതിന്, അത് ഞാൻ തമ്മിലുള്ള മല്ലയുദ്ധം നടക്കുകയാണ്. പിന്നീട് 14 വർഷങ്ങളിൽ വെച്ചാൽ അപ്പം അസാധ്യ സിദ്ധി, അസാധ്യ പവർ എനിക്കുണ്ട്. ഞാനിപ്പോൾ വരും പറഞ്ഞാൽ ഇപ്പം നടക്കും, ഇപ്പം വീഴും പറഞ്ഞാൽ ഇപ്പോൾ വീഴും. എൻ്റെ എനർജി അയച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഇന്നും ചെയ്യാത്തൊരു കാര്യം എന്താ വെച്ചാൽ ഒരാളെ പറ്റിക്കില്ല, തട്ടിക്കില്ല, വെട്ടിക്കില്ല. ഇന്നും എന്തൊക്കെ ചെയ്യാൻ പറ്റും, എൻ്റെ എനർജി വെച്ച് എന്തും ചെയ്യാൻ പറ്റും. കാരണം അത് ഞാൻ നേടിയെടുത്തുള്ളവരാണ്. അങ്ങനെ ആയേക്കുമ്പോൾ എനിക്ക് എൻ്റെ എനർജിയോട് പല നന്മയും ചെയ്യാൻ പറ്റുന്ന എനിക്ക് മനസ്സിലായപ്പോൾ പലരും ഹീൽ ചെയ്യാൻ തുടങ്ങി. 14 വർഷം കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത്, നമ്മുടെ ഫ്ലോറിൽ LMRK രജിത് ജി വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞാൽ 14 വർഷത്തോളം അദ്ദേഹത്തിന് അനുഭവങ്ങൾ ഉണ്ടായിട്ട് അത്രയും കാലത്തിന് ശേഷമാണ് അദ്ദേഹം അത് പുറത്തു പറയുന്നത്. അതെ, ഞാനും. അപ്പോൾ അതായത് ഈ ഒരു കാലയളവിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു. അതെ, അദ്ദേഹത്തിന് 2013 തന്നെ കിട്ടിയത്, എനിക്ക് 2013 ആ ഊർജ്ജത്തിന്റെ പ്രസരണം ഉണ്ട്. അപ്പോഴാണ്. പക്ഷെ അതിനു മുമ്പേ ഈ മുരുകന്റെ അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലം മുതലുണ്ട്. ഞാനൊരു 4 വയസ്സുള്ളപ്പോൾ മുതൽ ഒരു തീ പിടുത്തിട്ടുണ്ടായിട്ടുണ്ട്. എനിക്ക് 4 വയസ്സുള്ളപ്പോൾ ഈ തീ പിടിച്ചിട്ട് വേറെ വല്ലവരാണെങ്കിൽ മരിച്ചു പോകും. പക്ഷെ എൻ്റെ പൊള്ളൽ എവിടെയില്ല. എനിക്ക് ചെറിയൊരു പൊള്ളൽ ഇവിടെ ഉണ്ട്, അത് പൊള്ളിന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കൊന്നും സംഭവിച്ചില്ല. ഡോക്ടർ മരിച്ചു ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. പക്ഷേ ഡോക്ടർ പോലും കളിയാക്കി, ആരെ ഇവളാ മരിച്ചത്. പിന്നെ എൻ്റെ മോനെ ഗർഭിണിയായിട്ട് ഇരിക്കുമ്പോൾ വണ്ടിയിൽ പോവുക, പ്രസവേദന എടുത്തിട്ട് ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ആ ഓട്ടോറിക്ഷ മറിഞ്ഞിട്ട് ഞാനും എല്ലാവരും മരിച്ചു വിചാരിച്ചു. പക്ഷേ എന്നെ താങ്ങിയത് 2 വളട്ട കൈകളാണ്. ഇരുട്ടത്ത് രാത്രി കറുത്തൊരു രൂപ സ്ത്രീയാ.
അങ്ങനെ എനിക്ക് അപകടങ്ങളുടെ ഘോഷയാത്ര ഉണ്ടായിട്ട് എൻ്റെ പോറിൽ ഇപ്പോഴും ഞാൻ റോട്ടിൽ വീണ എൻ്റെ മേലിൽ നിന്ന് രക്തം പൊടിയില്ല. കാരണം ആ പ്രൊട്ടക്ഷനാണ്, ആ എനർജിയുടെ പ്രൊട്ടക്ഷനാണ്. ഇതെൻ്റെ കൂടെ ഉണ്ടായിട്ട് കാലം കുറേയെങ്കിലും ഞാനെന്ന വ്യക്തി തിരിച്ചറിയണത് 2013 ഇങ്ങനൊരു എനർജി എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത്. പിന്നീട് ഞാൻ മാറ്റപ്പെടണം. അപ്പം എന്നോട് പറഞ്ഞു, നിനക്ക് എന്നെ അറിയാം. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് രൂപം പൂജിക്കണം, ഇതാണ് എൻ്റെ രൂപം എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് സിംഹത്തിൻ്റെ കൂടെയുള്ള ദേവി ഉണ്ടെന്ന് അറിയണം. പേരൊന്നും ദുർഗയെന്നൊന്നും അറിയില്ല. അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് നടക്കയിൽ പോയിട്ട് ഒരു ഫോട്ടോ വാങ്ങിക്കൊണ്ടുവന്നു. കാരണം അതുവരെ ഞാൻ വഴിയിലിങ്ങനെ തിരയായി ഫോട്ടോ, പക്ഷെ എവിടെയും കാണാനില്ല. അപ്പം എന്നോട് ഹസ്ബൻഡ് ചോദിച്ചു, എവിടെ ഉണ്ടെന്ന് അറിയോ? ഉണ്ട്, എവിടെ? ഗുരുവായൂരുണ്ട്. പിന്നെ എന്തിനാ ഇവിടെയൊക്കെ തരാണെന്ന് അങ്ങോട്ട് പോകും. അങ്ങനെ അവിടെ പോയപ്പോൾ ഞാൻ പറഞ്ഞത് സിംഹത്തിൻ്റെ കൂടെയുള്ള ദേവിയുടെ ഫോട്ടോ തരാനാ. എനിക്ക് ദേവീനെ അറിയില്ല. ദേവിയെ കൊണ്ടുവന്ന് വെച്ചു. ഞാൻ പീഠത്തിലിരുത്തണമെന്നൊരു ചോദ്യം ചോദിച്ചു. നീ എന്നെ പീഠത്തിലല്ലേ വെച്ചിരുന്നത്? തിരിച്ച് മറുപടി ഇങ്ങനെയാ. അപ്പം ആ ദേവി ഞാനും തമ്മിൽ മുന്നേ കണക്റ്റഡ് ആണല്ലോ. അങ്ങനെ ഞാൻ വെച്ചു. അപ്പം എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. നിനക്കെല്ലാം അറിയാൻ്റെ പറഞ്ഞു. അത് സത്യമായിരുന്നു. കാരണം പിന്നീടുള്ളതെല്ലാം മന്ത്രങ്ങൾ, യന്ത്രങ്ങൾ എല്ലാം പിന്നെ എനിക്ക് ദേവി പറഞ്ഞു തന്നിട്ടുള്ളതാ. ഈ പൂജ പോലും ദേവിയുടെ നിർദ്ദേശപ്രകാരം. 1 കോടി രൂപ തരാലും ദേവി പോകണ്ട പറഞ്ഞാൽ ഞാൻ പോവില്ല. ഞാൻ അവരോട് തന്നെ പറയും, നിങ്ങൾ 1 കോടി രൂപ എനിക്ക് ഓഫർ ചെയ്തോ, ദേവി അനുവദിച്ചാൽ ഞാൻ വരും, അനുവദിച്ചില്ലെങ്കിൽ ഞാൻ വരില്ല. കോടി ഓഫർ ചെയ്തിട്ട് കാര്യമില്ല പറയും. കാരണം അനുവാദം കിട്ടണമെങ്കിൽ ആ ഊർജ്ജം എനിക്ക് അവിടെ പോയിട്ട് എടുക്കാനുള്ള അനുവാദം കിട്ടിയെന്നാണ്. ഒരു പരിഹാരത്തിനുള്ള ഒരു വീട്ടിൽ പോയാൽ ഊർജ്ജം എടുക്കണ്ടേ ദേവിയുടെ? എൻ്റെ ഊർജ്ജത്തിന് സേഫായ ഒരു സോണിൽ വെച്ചിട്ട് ആ ദേവിയുടെ ഊർജ്ജമാണ് ഞാൻ ആ ആവാഹന സമയത്ത് എടുക്കുക. അപ്പം അതിന് അനുവാദം കിട്ടിയെന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെ ആയിട്ട് ഞാനെന്ന വ്യക്തി മാറുമായിരുന്നു. ലൈഫിൽ മൊത്തം മാറി, ഒരുപാട് മാറിയപ്പോൾ ഒരുപാട് നല്ലതും കിട്ടി, ഒരുപാട് ചീത്തയും കിട്ടി. എൻ്റെ നന്മയെ ചൂഷണം ചെയ്യാല്ലായിരുന്നു 2018 വരെ. 18, 19, 20, 18, 24, അതായത് നമ്മുടെ കൊറോണ കാലം വരെ ആരെയൊന്നും പൈസ ഒന്നും വാങ്ങിയിരുന്നില്ല. സൗജന്യമാണ് പലതും ചെയ്തു കൊടുത്തേക്കണം. 19, 20 ആയപ്പോൾ കൊറോണ വന്നപ്പോഴും വെള്ളപ്പൊക്കം വന്നപ്പോഴും ഇതുവരെ നന്മ ചെയ്ത ഒരാളും തിരിഞ്ഞു നോക്കില്ല. പട്ടിണി കിടന്നിരുന്നത്. വീട്ടിൽ പട്ടിണിയാണ്, കഞ്ഞി വയ്ക്കാനും വകില്ല. കാരണം ആരെയൊന്നും പൈസ വാങ്ങണില്ല. അപ്പം ബിസിനസ് തുടങ്ങി. ഹെർബൽ പ്രൊഡക്റ്റ് 56 ഹെർബൽ പ്രൊഡക്റ്റ് തുടങ്ങി. അത് നല്ല രീതിയിൽ പോണ നേരത്താണ് ഈ ദേവി വീണ്ടും എന്നെ പിടിച്ച് വലിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നത്. നിൻ്റെ നിയോഗം അതല്ല, നീ യാത്ര പോകുമെന്ന് പറയണത്. കാരണം നീ നമ്മൾ പറയില്ലേ, ചോക്കുമല കയ്യിൽ വെച്ചിട്ട് ചോക്ക് തേടി പോയ ഒരാളവസ്ഥയായിരുന്നു ഞാൻ. അപ്പം എന്താണ് ഈ ചോക്ക് എന്ന് എനിക്കറിയണില്ല. അപ്പം എന്നോട് പറഞ്ഞു യാത്ര പോവാം. അങ്ങനെയാണ് യാത്ര പോകണം. യാത്ര പോകുമ്പോൾ ഓരോ യാത്രകളും ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ അയച്ചു. അവസാനം എന്തിനാ എൻ്റെ ഊർജ്ജമാണ് എൻ്റെ കയ്യിലുള്ള ചോക്കുമല എന്ന് എനിക്ക് അപ്പോഴാണ് ബോധ്യമായത്. അങ്ങനെ ഓരോ സ്ഥലം പോയി. ഇപ്പോൾ ഇവിടെ തൃച്ചെന്തൂർ പോകാൻ പറഞ്ഞു, ശബരിപീഠം പോകാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കേദാർനാഥ് എന്ന് പറഞ്ഞില്ല, ഋഷികേശ് എന്ന് പറഞ്ഞോളൂ. ഒരേ എൻ്റെ മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള സ്ഥലത്തേക്കാണ് പോകാൻ പറയണത്. അങ്ങനെ രുദ്രപ്രയാഗ് എത്തി. അപ്പം രുദ്രപ്രയാഗ് എന്ന് പറഞ്ഞില്ല, രുദ്രാക്ഷം എന്നേ പറഞ്ഞോളൂ. അപ്പോൾ ഈ രുദ്രാക്ഷൻ്റെ കയ്യിൽ കിടക്കുന്ന രുദ്രാക്ഷം പോലും ഒരു ഇതാണ്. ഇത് കേദാർനാഥ് എന്ന് ഒരു സന്യാസി തന്നതാ. പക്ഷെ അത് ഇവിടുന്ന് പറയണത് എന്നോട് ഋഷികേശിൽ പോയി ഇറങ്ങാൻ പറഞ്ഞു. ഋഷികേശിൽ പോയി ഇറങ്ങുമ്പോൾ ഗംഗാരതി കഴിഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ ഗംഗാരതി നടന്നിങ്ങനെ കഴിയാണ് ഞാൻ എന്താ ഗംഗ അവിടെ ചെല്ലണത് ആ സമയത്താണ്. അപ്പം പിറ്റേ ദിവസം ഗംഗാരതി കഴിഞ്ഞു. അപ്പോഴാണ് ദേവിനോട് പറയണം, നീ സ്വീകരിക്കുക. എന്ത്? ഗംഗ എന്നുള്ള പേര്. അവിടെ ഒരു പുരാതന ശിവക്ഷേത്രം ഉണ്ട്. അതിൻ്റെ മുകളിൽ പോകുമ്പോൾ ഒരു മനുഷ്യനില്ല അവിടെ. മണിയടി ശബ്ദം കേൾക്കുക. ഞാൻ കരഞ്ഞു പോയി 2 സ്ഥലം, ഒന്ന് കേദാർനാഥും ഒന്ന് അവിടെ. കാരണം ആരുമില്ലാത്തടത്ത് ഈ മണിയടിക്കണത്. ഞാനവിടെ ചവിട്ടുന്നതും മണിയടിക്കുക. അപ്പോഴാണ് ഗംഗ എന്നുള്ള പേര് നീ സ്വീകരിക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്ന് ജപിച്ച് ഗംഗ എന്നുള്ള പേര് ഇവിടെ സ്നാനം ചെയ്ത് സ്വീകരിച്ചു. എന്നിട്ട് ഇനി എങ്ങോട്ട് പോകണം? ദേവിയോട് ചോദിക്കുക, ഇനി എങ്ങോട്ട് പോകണം? രുദ്രാക്ഷം എന്ന് പറഞ്ഞു. എവിടേക്കാണ് രുദ്രാക്ഷം എന്നൊന്നും അറിയില്ല. എവിടേക്ക് പോകണം? ഒരാളില്ല, ഗൈഡൻസ് ഇല്ല. അങ്ങനെ ഞാൻ ഫോണിൽ സെർച്ച് ചെയ്ത് ഈ രുദ്രാക്ഷം എന്നുള്ള പേര് എവിടെയാണ്. അപ്പം രുദ്രപ്രയാഗ് എന്ന് കണ്ടു. നമുക്ക് നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കാൻ പറഞ്ഞിട്ട് റൂമൊക്കെ സാധാരണ ഈ അവിടെ ഒരു ഇതുണ്ട്, എന്താണ് ഈ ഗംഗാരതി നടക്കണവിടുത്തൊരു പരമാർത്ഥ നികേതൻ ആശ്രമമുണ്ട്. ഓടി ചെന്നാലൊന്നും അവിടെ റൂം കിട്ടില്ല. പക്ഷെ ഞാൻ ചെന്നപ്പോൾ അവിടെ റൂം കിട്ടി. ഒരു 2 ദിവസം നിൽക്കാനുള്ള റൂം അവർ തന്നു. ആര് ചെന്നാലും കിട്ടാത്ത സാധനം ഞങ്ങൾ ചെന്നപ്പോൾ കിട്ടി. അവിടെ നിന്നിട്ട് പിന്നെ പോണത് 395 കിലോമീറ്റർ അപ്പുറത്തേക്കാണ്, രുദ്രപ്രയാഗിലേക്കാണ് പോകുന്നത്. കാരണം ഡീകോഡ് ചെയ്തെടുത്തപ്പോൾ രുദ്രപ്രയാഗ് എന്ന് കണ്ടു. നേരെ അങ്ങോട്ട് കയറി. അവിടെ പോയി നോക്കുമ്പോൾ എവിടേക്കാണ് ഇനി പോകണ്ടെന്ന് ഒരു പിടിയില്ല. അവിടെ നിന്നിട്ട് ദേവിയോട് ചോദിക്കുക, ഇനി എങ്ങോട്ട് പോകണം? അപ്പോഴും ഞാൻ എവിടേക്കിനി പോകേണ്ട അറിയില്ല. ഈ രുദ്രാക്ഷം എന്നുള്ള വാക്ക് തന്നെയാണ്. അങ്ങനെ ഞാൻ നോക്കി നോക്കുമ്പോൾ കേദാർനാഥാണ് കാണുന്നത്. അപ്പോൾ നേരെ കേദാർനാഥിൽ എങ്ങടെ ജോഡി ഡ്രസ്സേ ഉള്ളൂ, ബാക്കിയൊക്കെ റൂമിൽ വെച്ചു. അറിയില്ലല്ലോ എത്ര വഴിയുണ്ടെന്ന്. നേരെ കേദാർനാഥിൽ പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി അവിടെ പോയ ഒരു കണ്ണില്ലാത്ത ഒരാളെ കാണും പറഞ്ഞു.
അപ്പം കണ്ണില്ലാത്ത ഒരാളെ കാണുന്നു പറഞ്ഞപ്പോൾ ഞാനത് വിട്ടുപോയി. കാരണം എന്താ വെച്ചാൽ എത്ര ആൾക്കാരുണ്ടാവും. ഞാനത് ഈ കുട്ടികൾ അപ്പം എൻ്റെ അടുത്ത് ടാരോ ഇനി ടാരോ ഞാൻ പഠിപ്പിക്കില്ല ആർക്കും. കാരണം അതിന് വേറെ പറയലൊരു കാര്യമുണ്ട്, ഞാൻ സാറിനോട് പറയാം. ടാരോ എന്നല്ല, ഒന്നും ഞാൻ പഠിപ്പിക്കില്ല. 50 പേര് ഇപ്പോഴും ലൈവ് ഉണ്ട്. 50 പേരിൽ കുറച്ച് പേര് ഇപ്പോൾ ലൈവ് ഉണ്ട്. ഒരു ബാച്ചിൻ്റെ ഒക്കെ 2 ബാച്ചിൻ്റെ കഴിഞ്ഞു. ഇപ്പോൾ കുറച്ചും കൂടി ബാച്ച് ഉണ്ട്. അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ പിന്നെ ഞാൻ നിർത്തും. കാരണം എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്നതല്ല, എന്നിലൂടെ ഹീലാവാൻ വരുന്നതാ. എല്ലാവരും ഇല്ല, പകുതി. അതായത് നമ്മുടെ നന്മ ചൂഷണം ചെയ്യാൻ വരികയാണെന്ന് മനസ്സിലായപ്പോൾ അതിനി കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനി പഠിപ്പിക്കലൊന്നുമില്ല, നമ്മളത് സ്റ്റോപ്പ് ചെയ്തു. ടാരോ നല്ല രീതിയിൽ തന്നെ പഠിപ്പിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അത് പിന്നീട് അത് ബുദ്ധിമുട്ടാക്കുകയാണ്. എനിക്ക് ഒരു ആവശ്യങ്ങൾ ഇങ്ങനെ കൂടി വരും പലരുടെയും. എല്ലാവരും ഇല്ല കേട്ടോ, എല്ലാ സ്റ്റുഡൻസും ഇല്ല. അപ്പോൾ രുദ്രപ്രയാഗെന്ന് നേരെ കേദാർനാഥിൽ പോവാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം സാറിന് അറിയാലോ, കേദാർനാഥ് യാത്ര അത്രയും കഠിനല്ലേ. തിരിച്ചു വരുന്ന ഒരു പ്രതീക്ഷയില്ലാത്ത യാത്ര. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ലൈവ് കൊടുക്കുകയാണ് പിള്ളേർക്ക്, കേദാർനാഥ് കണ്ടോളാൻ പറഞ്ഞിട്ട് ലൈവ് കൊടുക്കുമ്പോൾ ഒരാളിങ്ങനെ പാസ് ചെയ്തു, കണ്ണില്ല, ഒരു സന്യാസി തന്നെ. അപ്പം എന്നോട്, ഞാൻ സച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണില്ലാത്ത ഒരാളവിടെ കാണുന്നു, ഞാൻ സച്ചിയോട് പറയണത്. സച്ചി പറഞ്ഞു, ഒരാളല്ലേ അങ്ങോട്ട് പോയി. അപ്പോൾ അതാരാ, ആൾക്ക് കണ്ണില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ കുറച്ചു നേരം പോകുമ്പോൾ കാണാനില്ല, ഈ പുള്ളി കാണാനില്ല. തിരിച്ചു വന്നു, ഞങ്ങൾ റൂമൊക്കെ എടുത്തു, കുളിയെല്ലാം കഴിഞ്ഞ് രാത്രി വന്നു. രാത്രി ആരതി അവിടെ നടക്കണം. അപ്പോൾ ഈ കേദാർനാഥിൽ ചവിട്ടുമ്പോൾ ഈ മണിയടി 4 അണി ഇങ്ങോട്ട് അടിച്ചു. അപ്പോഴും ഭഗവാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് അപ്പം മനസ്സിലായ എനർജി. കാരണം അവിടെ ചെന്നപ്പോഴും മഴ, ഞാൻ എവിടെ നിന്നാലും മഴ പെയ്യും. എന്താ വെച്ചാൽ അപ്പം എനിക്ക് മനസ്സിലായി എനർജി എടുത്തേക്കണത് ഗംഗയുടെയാണ്. അപ്പോൾ ഗംഗ ജലരൂപിയാണ്. അപ്പോൾ എവിടെ പോയാലും ഈ മഴ പെയ്യുന്നത് അതുകൊണ്ട് ആ പ്രസൻസ് ആണെന്ന് മനസ്സിലായപ്പോൾ, കാരണം എവിടെ പോയി കുളിക്കാൻ പോയാലും എനിക്ക് വാട്ടർ ഹീറ്റർ ഓൺ ആവില്ല, അത് കേടുവരും. എനിക്ക് പച്ചവെള്ളമേ കിട്ടുള്ളൂ. ഞാൻ എല്ലാ ഹോട്ടലിലും അടികൂടും, കാരണം എനിക്ക് പച്ചവെള്ളം കിട്ടുള്ളൂ. കേദാർനാഥിൽ പോയിട്ടും പോലും ചൂടുള്ള വെള്ളമുള്ള, അതായത് ഹോട്ട് വാട്ടറുള്ള റൂം എടുത്തിട്ട് പോലും പച്ചവെള്ളത്തിൽ കുളിക്കട്ട് ഗതികേട് വന്നിട്ട് അവിടുത്തെ തണവ്. സെപ്റ്റംബറിലാണ് അവിടെ പോണത്. അവിടെ പോയിട്ട് അടികൂടി. പിന്നീടാണ് സച്ചി പറയണത് ഇവിടുത്തെ ഊർജ്ജം, അതായത് കൂടെ എന്താ എനർജി എന്ന് വല്ല ബോധമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് പോലും ആ ബോധം പോയത്. പിന്നെ ഞാൻ അത് അങ്ങോട്ട് ശീലിച്ചു. വെള്ളം ചൂട് വേണം, പക്ഷെ മറ്റത് തിളച്ച വെള്ളം മേൽ വയ്ക്കണം. ഇപ്പം അതെനിക്ക് ബോധ്യമായപ്പോൾ പിന്നെ ഞാൻ ലൈറ്റ് വാട്ടറാക്കി മാറ്റി. അപ്പോൾ അവിടെ പോയി ഈ അമ്പലത്തിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ തിരക്കില്ല. അതുവരെ വന്ന ജനങ്ങൾ എങ്ങടാ പോയിന്ന് അറിയില്ല. ഭഗവാനെ കൃത്യമായിട്ട് 4 ആളേ ഉള്ളൂ. ഞങ്ങൾ ചെല്ലുമ്പോൾ ഭഗവാനെ തെഴുത് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഈ കണ്ണില്ലാത്ത ആളാ വരിന്നിട്ടുണ്ട് സന്യാസി. ആളുടെ അടുത്ത് ദക്ഷിണ കൊടുക്കാൻ, ഞാൻ എന്തെങ്കിലും ദക്ഷിണ കൊടുക്കണമല്ലോ വയസ്സായ ആള്. ചെന്നത് ആളെടുത്ത് തന്നതാണ് ഈ രുദ്രാക്ഷം. എന്നോട് ഇവിടുന്ന് എന്താ പറഞ്ഞത്, രുദ്രാക്ഷം. ഞാൻ അതുവരെ രുദ്രാക്ഷം ഇട്ടിട്ടില്ല. അതായത് ഞാൻ ഋഷിയേഷിൽ എത്തിയപ്പോൾ ഋഷിയേഷിൽ ഋഷിയേഷ് വരെ എന്നോട് പറഞ്ഞിട്ടുള്ളൂ, നീ ഋഷിയേഷ് പോകുന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇവിടുന്ന് നേരെ മൂലാധാരം എൻ്റെ വീട്ടിൽ, തൃച്ചന്തൂർ സ്വാധിഷ്ഠാനം, മണിപ്പൂർ ശബരിപീഠം, അനാഹതം ഋഷിയേഷ്, ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നത്. ഈ ഋഷിയേഷ് എത്തിയപ്പോൾ രുദ്രപ്രയാഗിലേക്ക് പോകേണ്ട കാര്യമൊന്നും നമുക്കറിയില്ല. പക്ഷെ രുദ്രാക്ഷം എന്നുള്ളൊരു വാക്ക് പറഞ്ഞത് അതിൽ പിടിച്ചിട്ടാണ് അവിടെ പോയത്. അവിടെ പോയപ്പോൾ എൻ്റെ എനർജി ഈക്വലാക്കാൻ വേണ്ടിയിട്ടാണ് പോകാൻ പറഞ്ഞത്. അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടാണ് ഞാൻ ഈ കാർഡ് ഉണ്ടാക്കുന്നത്. ഈ കാർഡ് ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ലോകത്തെ ഒരു മലയാളി എന്നെ അറിയാൻ പോണില്ല. ഞാൻ ഈ ചെയ്ത ഒരു കാര്യം ആരോടും പറയാൻ പോണില്ല. കാരണം നമുക്കതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല ഇതൊന്നും ചെയ്യണത്. ഈ നമ്മൾ ഈ ടാരോ റീഡിങ് പണ്ട് മുതലേ 1400 മുതൽ ലോകത്തുള്ളതാണ്. നമ്മുടെ കേരളത്തിലും ചെയ്യുന്നവരുണ്ട്. എനിക്കറിയാവുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇഷ്ടംപോലെ ടാരോ റീഡർ ഉണ്ട്. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, എൻ്റെ നാട്ടുകാരനായ ഒരാൾ ഇപ്പോൾ ആലുവയ്ക്ക് അടുത്ത് താമസിക്കുന്നുണ്ട്. ടാരോ റീഡിങ് കുറേ വർഷങ്ങൾ മുമ്പ് നടത്തിയിട്ടുണ്ട്. ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞു, ഞാനും ഭാര്യയും കൂടെ കാണാൻ പോയതും ഒരു കഥ, അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞതും അത് ഞങ്ങൾ പുച്ഛിച്ച് തള്ളിയതും, എന്നാൽ അതുപോലെ മുകളിൽ നിന്നൊരു വീഴ്ച എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ മുകളിൽ നിന്ന് വീണ് മരിച്ചു ഈ പറഞ്ഞതിന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ. അപ്പോൾ ടാരോ റീഡിങ്ങിൽ ഞങ്ങളങ്ങനെ ബോധ്യപ്പെടാം. അപ്പോൾ അതിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പ്രചാരത്തിൽ വരാൻ ഒരു കാരണം ഗംഗാജിയുടെ ഈ ഇടപെടലാണ്. ഏതായാലും ഒരുപാട് നമ്മുടെ പ്രേക്ഷകർ ഈ പരിപാടി കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഒത്തിരി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അപ്പോൾ ഇനി എന്നെ വിളിച്ചിട്ട് നമ്പർ ചോദിക്കേണ്ട, 97 45 16 35 32 അതിൽ വാട്സപ്പ് അയച്ചാൽ മതി. അപ്പോൾ ഞാനിത് ആവർത്തിച്ച് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം 2 വീഡിയോ ചെയ്തതിന് ശേഷം സത്യം പറഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടിയിട്ടില്ല. അതുപോലെ ആളുകൾ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 97 45 16 35 32 അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. പിന്നെ നമുക്ക് ഇനി കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മളിനി ആലോചിക്കുന്നത് നമ്മുടെ പ്രേക്ഷകരുടെ ചില പ്രശ്നങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ട് ലൈവായിട്ട് നമുക്ക് പരിഹാരം ഉണ്ടാക്കുന്ന അത് പ്രശ്നം അവർക്ക് വേണ്ടിയിട്ട് നമുക്കിവിടെ അവതരിപ്പിക്കാം. 1-2 ഷോ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ
വാട്സപ്പിൽ പറഞ്ഞാൽ മതി. അതിലെടുത്ത് സെലക്ട് ചെയ്യുന്ന ചിലത് നമ്മൾ ലൈവായിട്ട് കാർഡ് റീഡിങ് അടക്കമുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഏതായാലും നമ്മുടെ ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ടെന്നേ, ഇല്ലെന്നൊന്നും പറയണ്ട. നിങ്ങൾ അന്ധവിശ്വാസം ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളേക്കാൾ കൂടുതൽ കേരളത്തിന് വെളിയിലുള്ള വിദേശ മലയാളികളാണ് ഒന്നും പറയണ്ട. വിളിച്ചത്. അതെ, ഇപ്പം ഞാൻ ഇപ്പോഴും നേരിടുന്നൊരു പ്രശ്നം, നമ്മൾ നേരത്തെ വിദ്യാസാഗർ ഗുരുമൂർത്തി ജീടെ ചെയ്തല്ലോ, എൻ്റെ ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗത്തു നിന്നാണ് മലയാളി എവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു, അപ്പം നമ്മൾ ആലോചിക്കും അത് വലിയ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന. അതെ സാറേ, എനിക്കും അതെ. അതായത് വക്കീലന്മാര്, അഭിഭാഷകര്, ഡോക്ടർമാര്, അതുപോലെ തന്നെ ഈ ജ്യോതിഷികള്, ഒരുപാട് ജ്യോതിഷികൾ എൻ്റെ അടുത്ത് വന്നു. അപ്പൊ ഇതൊന്നും അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് എഴുതിത്തല്ല, ഇതൊരു വിശ്വാസം തന്നെയാണ്. അതുപോലെ അനുഭവിച്ചവനെ അതിന്റെ വേദന അറിയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഈ എപ്പിസോഡ് അന്ധവിശ്വാസ പ്രചാരണമാണ് എന്ന് പറയുന്ന നിങ്ങളാണ് അന്ധവിശ്വാസികൾ. ഇത് എനിക്ക് വേറൊരു നിഗൂഢ ലക്ഷ്യം കൂടിയുണ്ട്. ഉള്ള കാര്യം അല്ലേ, ഞാൻ തുറന്നു പറയാണ്. കാരണം ഇത്തരം നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആൾ, സമുദായം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽപ്പെട്ട ഒരുപാട് ആൾക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഹൈന്ദവർക്ക്, അവർക്ക് ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കാനും ആശ്വസിപ്പിക്കാനും ആരും തയ്യാറാവുന്നില്ലെങ്കിൽ അവർ അവർ മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് മതസ്ഥർ നടത്തുന്ന വിശ്വാസധാരയിലേക്ക് പോകും. അവിടെ വെച്ച് മനംമാറ്റമല്ല മതം മാറ്റം ഉണ്ടാവും. അതിനെ തടഞ്ഞു നിർത്താൻ കൂടി ഇത്തരം ജെനുവിനായിട്ടുള്ള യഥാർത്ഥത്തിൽ ചെയ്യുന്ന കള്ളനാണയങ്ങളല്ലാത്ത ആളുകളെ നമ്മുടെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം എന്നുള്ള സതുദ്ദേശമാണ് എൻ്റെ ഗൂഢലക്ഷ്യം. അതുകൊണ്ട് നമ്മുടെ എപ്പിസോഡ് തുടരും. ഇന്ത്യ ലൈവിനൊപ്പം സഞ്ചരിക്കുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഗംഗാജി നമ്മുടെ കൂടെ ഇനിയുള്ള ദിവസങ്ങളിലും ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറയും. ഇനി മാത്രമല്ല, അടുത്ത എപ്പിസോഡുകളിൽ പറയാൻ പോകുന്നത് ഗംഗാജിക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ചില അനുഭവങ്ങൾ, ചില ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചത്, ചില കഷ്ടപ്പെട്ട് ജീവിതം തന്നെ തീർന്നുപോയി എന്ന് കരുതിയ ആളുകളെ എങ്ങനെ കൈപിടിച്ചു രക്ഷിച്ചു എന്നതുൾപ്പെടെയുള്ള ചില അനുഭവ കഥകൾ പറയും. അതുകൂടെ കേൾക്കുമ്പോൾ എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ ഇത് അന്ധവിശ്വാസമാണോ ഇല്ലയോ എന്ന്. ഏതായാലും തുടരുക ഇന്ത്യ ലൈവിനൊപ്പം.